തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോകുകയോ അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിരവധി പ്രാവശ്യം ആൻ്റണിയുടെ ഭാര്യ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. പിന്നീട് അവർ പല പ്രാവശ്യം വീട്ടിൽ വരുന്നു. രാത്രി സമയങ്ങളിൽ ആൻ്റണി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് ഭാര്യയെ മൊത്തം വീട്ടിൽ വരുന്നു. അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുദ്ദേശിച്ച ഫണ്ട് അവർക്ക് വന്നില്ല. അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ.